ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പൊക്കെ എങ്ങനെ ഒന്ന് ഷെയറായി പോകുന്നു? നല്ല ചൂടും വെയിലൊക്കെയാണല്ലേ. നമ്മൾ പലരും ഓഫീസിലും അല്ലെങ്കിൽ പുറത്തൊക്കെ ജോബ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കും. ഞാനൊരു കാര്യം ചെയ്തിട്ട് ഭയങ്കര പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയുന്ന കാര്യമായിരിക്കും. ഒരു ചെറിയ ചോദ്യം. നമ്മൾ വീട്ടിൽ ആദ്യം ഉണരുന്ന നേരമാണ്. ഒരുപക്ഷെ അലാറം അടിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അലാറം അടിച്ച ശേഷം ആദ്യം നമ്മുടെ വീട്ടിൽ ഉണരുന്ന നേരമാണ്. നമ്മൾ ഉമ്മയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഭാര്യയായിരിക്കും അല്ലേ. എല്ലാവരെയും ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. അവരാക്കിയ ഭക്ഷണത്തിൽ നിന്നും, അവരാക്കിയ ചായയിൽ നിന്നും അല്ലേ, അവിടെ നിന്നാണ് നമ്മളൊരു ദിവസം തുടങ്ങുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ഉമ്മമാർക്ക് ഒരു ഓഫീസ് ഉണ്ടാവില്ല, അവർക്കൊരു ലീവ് ഉണ്ടാവില്ല, അവർക്ക് പ്രൊമോഷൻ ഉണ്ടാവില്ല, അവർക്ക് റിട്ടയർമെൻ്റ് ഉണ്ടാവില്ല. അവരെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? പാചകം ചെയ്യുന്നതാണ് അവർ ജോലി, വീട് വൃത്തിയാക്കുന്നതാണ് അവർ ജോലി, കുട്ടികളെ നോക്കുന്നതാണ് അവർ ജോലി, വീട്ടുകാരുടെയൊക്കെ ദുഃഖം കേൾക്കുന്നതൊക്കെയാണ് ജോലി. ഭയങ്കര പ്രയാസപ്പെട്ടൊരു ജോലി അല്ലേ. ഒരു വീട് വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഭയങ്കര പ്രയാസം. ഒരു വീട് എപ്പോഴും വൃത്തിയോട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അവരെയൊക്കെ ഹാൻഡിൽ ചെയ്ത് വീട് വൃത്തിയോടെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യം. നമുക്കൊന്ന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കുക. ഈ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് എന്താണ് ശമ്പളം കിട്ടുക? എത്രയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുക? പോട്ടെ, ഇത്രയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടാറുണ്ടോ? ചെറിയ രീതിയിലെങ്കിലും. നമ്മളിപ്പോൾ ഒരു പുറത്തൊരു ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതെന്ന് വിചാരിച്ചു, നമുക്കവിടെ ശമ്പളം, മണി വാല്യൂ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് മണി വാല്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തന്നെയായാലും നമുക്കൊരു വാല്യൂ ഉണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്ന ഈ ജോലിക്ക് ഒരു മണി വാല്യൂ ഇല്ല. സോ ഇവർക്ക് അത്രക്കൊരു അംഗീകാരമൊന്നും അവിടെ കിട്ടാറില്ല. നമ്മൾ തന്നെ ഇപ്പോൾ പറയാറില്ലേ, ഇപ്പം എന്തെങ്കിലുമൊക്കെ സ്കൂൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഉമ്മാക്ക് എന്താ ജോലി, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്താ ജോലി എന്ന് പറയുമ്പോൾ അവർ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് അവർക്ക് ജോലിയൊന്നുമില്ല, അവർ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫുമാർക്ക് ജോലിയൊന്നുമില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാവരും ഞാൻ പൊതുവായിട്ട് പറയുന്നില്ല, ഇന്നും നിലനിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരുടെ ജോലി ഒരു ശമ്പളത്തിൽ അളക്കാനാവില്ല എന്നുള്ളതാണ്. അവരുടെ ജോലിയുടെ വില ഒരു പണത്തിനും പറയാനാവില്ല. പക്ഷെ നമ്മൾ പുറത്തു പോയി ചെയ്യുന്ന ജോലിയുടെ 10 ഇരട്ടി ജോലി അവർ വീട്ടിൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മളതൊന്നും അംഗീകരിക്കാറില്ല. ഈവൻ ഞാനടക്കം, ഞാനൊക്കെ ഒരു പക്ഷെ അവർ കേൾക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല, അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല, അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല. അവരില്ലെങ്കിൽ വീട്ടിലൊന്നും നടക്കില്ല ശരിക്കും. ബേസിക്കലി നമ്മളൊക്കെ എത്ര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഞാൻ സോഫയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ഉമ്മ കുക്കിംഗ് ചെയ്യായിരുന്നു, അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി. ആരോടൊരു പരാതി പറയാതെ, ആരോടൊരു വിഷമം പറയാതെ, തീയിലും ഒക്കെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ആക്കാൻ വേണ്ടി 3 മണിക്കാറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇച്ച ബസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇച്ചാക്കും വണ്ടിയിൽ ഫുഡ് കൊടുത്തിടണം, എനിക്ക് നോമ്പ് തുറക്കാനുള്ളതാക്കണം. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ച പഠിച്ചത്, ഇവർ എത്രത്തോളം ഒരു ദിവസം ഒരു വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ എന്തായാലും കണ്ടിട്ടില്ല.
എത്ര മഴ ഒട്ടിപ്പിടിക്കും കേട്ടോ. ആ അത് കൊണ്ട് വെച്ചത് പൊടി തേച്ച് ചുടുമ്പോൾ താങ്ങില്ല. പത്തിരി പോകാനേ അവർക്ക് ചായ കൊണ്ട് കൊടുക്കും, കൊച്ചു കൊണ്ട് കൊടുക്കും ചായ. അതൊക്കെ ആദ്യം ചൂട് ഗൈസ്, ഞാൻ എപ്പോഴും പറയാറില്ല നമ്മളെ കതീഞ്ഞനെ പറ്റി. ഇതാണ് നമ്മളെ കതീഞ്ഞ കേട്ടോ. അപ്പോൾ കതീഞ്ഞ അവിടെ ആക്കിയ കിഴങ്ങ് പൊരിച്ചത് അതിൽ കുറച്ച് എനിക്കും കൂടെ തന്നെയാണ് കേട്ടോ, നോമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ നാടിങ്ങനെയാണ്. തൊട്ട് അടുത്തുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സഹകരണത്തിലും നല്ല സ്നേഹത്തിലൊക്കെയാണ് കഴിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.